ഈജിപ്തിൽ സൈന്യത്തിൻ്റെ ചോരക്കൊതി തീരുന്നില്ല. ജനായത്തം പറയുന്നവർക്ക് പീരങ്കികൾ കൊണ്ടും വെടിയുണ്ടകൾ കൊണ്ടും മറുപടി പറയുകയെന്ന ധാർഷ്ട്യ നിലപാടിലാണ് സൈന്യം. നേരത്തെ അഹന്തയുടെ ഇതേ സ്വരമായിരുന്നു തുർക്കിയിൽ നിന്നും ഉയർന്നു കേട്ടത്. എന്നാൽ അന്നത്തെ തുർക്കി സൈന്യാധിപൻ ഇന്നിപ്പോൾ തടവറയിലാണ്. ഈജിപ്തിന് തുർക്കി നൽകുന്ന സൈനിക പാഠങ്ങളെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. ജനായത്തം സൈന്യത്തിന് വഴിമാറുമ്പോൾ അറബ് ലോകത്തെ കാത്തിരിക്കുന്ന ദുരന്തമെന്ത്? ഈജിപ്ത് ജനായത്ത പ്രക്രിയയെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ധാർഷ്ട്യം തുടരുമ്പോൾ ഈ ചോദ്യത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്. എന്നാൽ പ്രത്യാശയുടെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നു. തുർക്കിയിൽ സംഭവിച്ചതുപോലെ സൈന്യത്തെ ബാരക്കിലേക്ക് അമർച്ച ചെയ്യാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? കൈറോയിലെ റാബിയ അദവിയ സ്ക്വയറിൽ തമ്പടിച്ച മുർസി അനുകൂലികൾക്ക് നേരെ നടന്ന സൈനിക നടപടി അറബ് ലോകത്തിന്റെ ധർമ്മസങ്കടം കൂടുതൽ വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും വരെ സൈനിക ക്രൂരതയ്ക്കിരയായി. മുസ്ലിം ബ്രദർഹുഡ് നടത്തിവന്ന സമാധാനപരമായ പ്രക്ഷോഭത്തെ പോലും സൈന്യം വെറുതെ വിട്ടില്ല. അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കാനും ഈജിപ്തിലെ പാവ സർക്കാർ മറന്നില്ല. സൈന്യം കൃത്യമായ അവസ്ഥ മുതലെടുത്തുകൊണ്ട് സൈന്യത്തിൻ്റെ വ്യക്തമായ താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും അവർക്ക് അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥയിൽ ആ അവസ്ഥ മുതലെടുത്തുകൊണ്ട് സൈന്യം അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുക്കുകയുണ്ടായത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു സംഗതി ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിന്ന് ഈജിപ്തിൻ്റെ ഒരു തിരിഞ്ഞു നടത്തം ആണ് ഇത് എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെ ആദ്യ ജനായത്ത സർക്കാരായിരുന്നു മുർസിയുടേത്. സൈനിക അട്ടിമറിയാണ് ഈജിപ്തിൽ നടന്നതെന്ന യാഥാർത്ഥ്യം പോലും അംഗീകരിക്കാൻ പടിഞ്ഞാറിന് കഴിഞ്ഞില്ല. കുറ്റകരമായ നിസ്സംഗതയായിരുന്നു അറബ് ലോകത്തും കണ്ടത്. തങ്ങളുടെ സർവാധിപത്യം ഈജിപ്ഷ്യൻ ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ത്വരയിലാണ് സൈന്യം. പാവ സർക്കാരും മുഖ്യധാരാ മാധ്യമങ്ങളും വരേണ്യവർഗവുമാണ് ഇവിടെ സൈന്യത്തിന് കൂട്ട്. നോബൽ സമ്മാന ജേതാവ് തവക്കുൽ കർമാനെ പോലും ഈജിപ്തിൽ കാലുകുത്താൻ സൈന്യം അനുവദിച്ചില്ല. അറബ് ലോകത്തെ ഏകാധിപതികളുടെ പരോക്ഷ പിന്തുണയും സൈന്യത്തിനുണ്ട്. മുമ്പ് ഇറാനെ ഒതുക്കാൻ സദ്ദാം എന്ന സ്വേച്ഛാധിപതിക്ക് ആളും അർത്ഥവും നൽകിയതിന് കിട്ടിയ തിരിച്ചടിയൊന്നും ഇവർ ഇനിയും പഠിച്ചിട്ടില്ല. മുർസിയുടെ അനുയായികൾ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നിരന്തരമായ പ്രക്ഷോഭത്തിലൂടെ, പ്രകടനത്തിലൂടെ, സമാധാനപരമായ ഞങ്ങളുടെ രോഷപ്രകടനത്തിലൂടെ തിരിച്ച് മുർസിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായ ജനാധിപത്യ രാഷ്ട്രത്തിലേക്കുള്ള ഈജിപ്തിൻ്റെ പ്രയാണത്തെ ഞങ്ങൾ വേഗത്തിലാക്കും എന്നവർ പറയുന്നുണ്ടെങ്കിൽ കൂടി കാര്യങ്ങൾ അത്ര പന്തിയല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ തുർക്കി മറ്റൊരു മാതൃകയാണ്. തങ്ങളാണ് സർവാധികാരിക്കാർ എന്ന നെകളിപ്പിലായിരുന്നു തുർക്കി സൈന്യം. തുർക്കി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ സൈനിക മേധാവികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമടക്കം 275 പ്രതികൾക്കെതിരെ ശിക്ഷ പ്രഖ്യാപിച്ചത് പോയ വാരാന്ത്യം. 5 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലായിരുന്നു പ്രധാന ഗൂഢാലോചകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതും. 2002 ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരമേറ്റ റജബ് തൊയ്ബ് ഉർദുഗാൻ സർക്കാരിനെ അട്ടിമറിക്കാനായിരുന്നു ആസൂത്രിത നീക്കം. മുൻ സൈനിക മേധാവി ഇൽക്കർ ബസ്ബഗ് ആയിരുന്നു ഇതിനു മുന്നിൽ. സൈന്യത്തിന് ശക്തമായ സ്വാധീനമുള്ള രാജ്യമാണ് തുർക്കി. 1960, 1971, 1980 വർഷങ്ങളിൽ സൈന്യം സർക്കാരുകളെ അട്ടിമറിച്ച ചരിത്രമാണ് തുർക്കിക്ക് പറയാനുള്ളത്. 1997 ഇസ്ലാമിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരമേറിയ നജിമുദ്ദീൻ അർബഗാൻ സർക്കാരിനെ ഭീഷണിപ്പെടുത്തി താഴെയിറക്കിയ ചരിത്രവും തുർക്കി സൈന്യത്തിനുണ്ട്. ഏതായാലും മുൻ സേനാ മേധാവി അടക്കമുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് തുർക്കി ജനായത്ത പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈജിപ്തിലേതുപോലെ അട്ടിമറി നീക്കത്തിൽ സൈന്യത്തെ തുണയ്ക്കാൻ മറ്റു ചിലരുമുണ്ടായിരുന്നു. യർഗനകോൺ എന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകർ, തലമുതിർന്ന ചില പത്രപ്രവർത്തകർ, സാംസ്കാരിക നായകർ, ഇവരെല്ലാം ഒത്തുചേർന്നായിരുന്നു അട്ടിമറിക്ക് ശ്രമിച്ചത്. ജാഗ്രതയോടെ അത് കണ്ടെത്തി തകർത്ത തുർക്കി ഭരണകൂടവും കോടതിയും പൊതുസമൂഹവും പ്രശംസയർഹിക്കുന്നു. ഒപ്പം ഒരു ചോദ്യം കൂടി: അറബ് ലോകം ഇനി എന്നാവും തുർക്കിയിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുക?